റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവർക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ അവർ അതിഥി വേഷവും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ അത് സൗഹൃദത്തിന്റെ പുറത്തുമൊക്കെ ഈ പറഞ്ഞ കണക്ക് പ്രതിഫലം ഒന്നും വാങ്ങിക്കാതെ അവർ പലരുടെയും സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇടയായിട്ട് ഇപ്പൊ മമ്മൂക്കയും ലാലേട്ടനും ഒരു അതിഥി വേഷത്തിന് തയ്യാറെടുക്കുമ്പം പോലും അവരുടെ റോൾ എന്താണെന്നോ അവരുടെ കോസ്റ്റ്യൂം എന്താണെന്നോ ഒന്നും അവർ ചിന്തിക്കാറില്ല. ഈ അടുത്ത കാലത്ത് ചത്താപ്പച്ച എന്ന സിനിമയെ ബന്ധപ്പെട്ട് മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഉൾപ്പെടെയുള്ള ഒരുപാട് ട്രോൾ ഏറ്റുവാങ്ങിയതാ. ഇപ്പം ദാണ്ടെ ഖലീഫ എന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടന്റെ ഒരു കോസ്റ്റ്യൂമും ഇതേ രീതിയിലുള്ള ഒരു ട്രോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാ പോലുള്ള സിനിമയ്ക്കകത്തും ലാലേട്ടന്റെ ചില അതിഥി വേഷങ്ങള്, അതിന് കൂടുതൽ ട്രോളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. പക്ഷെ എന്നാലും അത്തരത്തിലുള്ള ഒരു വേഷം ലാലേട്ടൻ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ലാലേട്ടൻ ഫാൻസുകാരുടെ ഇടയിൽ പോലും ഉണ്ടാവുന്നു. അപ്പം മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഒരു അതിഥി വേഷം തിരഞ്ഞെടുക്കുമ്പം അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു കോസ്റ്റ്യൂമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടി അവര് ശ്രദ്ധിക്കണം. ഒരു കഥ ശ്രദ്ധിക്കുന്നതാണ്, ഒരു സിനിമയുടെ കഥ കേൾക്കുന്നത് പോലുള്ള ഒരു പ്രാധാന്യം അവര് അതിനും കൊടുക്കണം. പിന്നെ ലാലേട്ടനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യൻ. ഞാനത് പറയുമ്പം പലരും ചോദിക്കും, അഭിനയിക്കാൻ അറിയാവുന്നതല്ലേ, പാട്ട് പാടാൻ അറിയാവുന്നതല്ലേ, അല്ലെങ്കിൽ മറ്റ് സംവിധാനം ചെയ്യാൻ അറിയാവുന്നതല്ലേ. ബറോസ് പൊട്ടിപ്പോയത് വേറെ, സംവിധാനം ചെയ്യാൻ എന്നുള്ളതല്ല, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു ചില കാര്യങ്ങളിൽ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ചിട്ടുള്ള ഒരാളാണ് ലാലേട്ടൻ. അങ്ങനെ ഒരുപാട് കഴിവുകൾ, നന്നായിട്ട് നൃത്തം ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ലാലേട്ടന്റെ ഒരു കഴിവ് നമ്മൾ എപ്പോഴും മുൻകൂട്ടി കാണണം. ഈ മുൻകൂട്ടി കാര്യങ്ങൾ കാണാനുള്ള ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ നടത്താനുള്ള ഒരു കഴിവ് അത് ലാലേട്ടനുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സിനിമയ്ക്കകത്ത് ഇപ്പൊ ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമ ഉൾപ്പെടെ ഉള്ളത് ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ സിനിമ പ്രദർശനത്തിൽ എത്തുന്നതിന് മുമ്പ് ലാലേട്ടൻ അറിയാം എന്താണ് ആ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അദ്ദേഹം നായക സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും അത് പറയത്തില്ല. അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കുന്നു, സിനിമ വലിയ വിജയമാകുമെന്ന് മാത്രമേ അദ്ദേഹം പറയത്തുള്ളൂ. പക്ഷെ അദ്ദേഹം അതിഥി വേഷത്തിലെത്തുന്ന ചില സിനിമയ്ക്ക് അദ്ദേഹം അത് പരോക്ഷമായിട്ട് തുറന്നു പറയാൻ ഒരിക്കലും മടി കാണിക്കത്തില്ല. ഇപ്പൊ ഉദാഹരണം, ഒരു പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമയെ കുറിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം ലാലേട്ടന്റെ ഒരു മറുപടി തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ആ സിനിമയെ കുറിച്ച് ലാലേട്ടന് വലിയൊരു പ്രതീക്ഷയൊന്നുമില്ലെന്ന്. തിയേറ്ററിലെത്തി സ്വാഭാവികമായിട്ടും ആ സിനിമയ്ക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഇപ്പം ഈ ഖലീഫ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഇപ്പൊ ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് ഇനി ഖലീഫ ഒരു വലിയ വിജയമായാലും അല്ലെങ്കിൽ ഒരു സാമാന്യം തെറ്റില്ലാത്ത വിജയമായാലും ഈ കോസ്റ്റ്യൂമിൽ, അതായത് ഈ ഖലീഫ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ട ലാലേട്ടന്റെ കോസ്റ്റ്യൂമിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഈ അദ്ദേഹം ഇന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രോള് എന്ന് പറയുന്നത് ഈ വേഷം ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിനെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ചില വേഷങ്ങൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം 2 ദിവസം മുമ്പ് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ടും ചെയ്ത കണക്ക്, ഈ സിനിമ റിലീസിന് മുമ്പ് തന്നെ ലാലേട്ടൻ അടുത്ത ചെയ്യാൻ പോകുന്ന കുറെ സിനിമകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ ലിസ്റ്റിനകത്ത് വൈശാഖ എന്ന് പറയുന്ന ഒരു പേര് കാണാത്തപ്പോൾ തന്നെ ഞാൻ അന്ന് പറഞ്ഞത്. കാര്യം ലാലേട്ടന് വലിയൊരു പ്രതീക്ഷ ഒന്നും ഈ സിനിമയുമായി ബന്ധപ്പെട്ടില്ല. അത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഒരു പേരിനും വേണ്ടിയെങ്കിലും ഒരു 7 സംവിധായകരുടെ പേര് എഴുതി പിടിപ്പിച്ച കൂട്ടത്തിൽ 8ാമതെങ്കിലും വൈശാഖ എന്ന് പറയുന്ന ഒരു പേര് എല്ലാരെയും കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഒരു വേണമെങ്കിൽ ഒരു പ്രൊമോഷൻ ആയിട്ട് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി ചേർക്കാമായിരുന്നിട്ട് പോലും ലാലേട്ടൻ അത് എഴുതി ചേർത്തില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് പാർട്ടിന് അന്നേ അതിന് താല്പര്യമില്ല. പിന്നെ ഈ കടുവയുടെ നമ്മളിപ്പോ ഖലീഫയുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അതിന്റെ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ ജിനു വി എബ്രഹാം, എനിക്ക് തോന്നുന്നു ഇദ്ദേഹമാണ് കടുവയുടെ തിരക്കഥാകൃത്ത് എന്നാണ് എന്റെ ഒരു അറിവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ തള്ളിവിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കഴിഞ്ഞ ആളുള്ളു. ഇപ്പൊ കടുവ റിലീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ എന്താണ്, കടുവയ്ക്കകത്ത് കോരുതുമാപ്പിള എന്ന് പറയുന്ന പൃഥ്വിരാജ് ചെയ്ത കുര്യച്ചന്റെ അച്ഛന്റെ കഥാപാത്രം ഒരു മമ്മൂക്കയുടെ ഒരു ചിത്രമാണെന്ന് എനിക്ക് തോന്നുന്നു വരച്ചു വെച്ചിരുന്നത്. മമ്മൂക്കയെ പോലെ തോന്നിക്കുന്നത്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു ഛായാചിത്രമൊക്കെ വരച്ചു വെച്ചിട്ട് പറഞ്ഞത് കോരുതുമാപ്പിളയായിട്ട് മമ്മൂക്ക ഉണ്ടാവും. പിന്നെ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് മമ്മൂക്കയോ ലാലേട്ടനോ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ അത് തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ എന്തോ രീതിയിലാണ് പറഞ്ഞത്. അതായത് മമ്മൂക്ക ലാലേട്ടൻ ഒന്നും വലിയൊരു സംഭവമൊന്നും അല്ല, മമ്മൂക്കയാണോ ലാലേട്ടനാണോ അതൊന്നും തീരുമാനിച്ചിട്ടില്ല. കാര്യം അയാൾക്കറിയാം അത്തരത്തിലുള്ള ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രീക്വൽ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളു. ഇപ്പൊ ഈ ഖലീഫയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞെങ്കിൽ ഇതിന്റെ ഒരു പ്രീക്വലോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കാര്യം സിനിമ തിയേറ്ററിൽ എത്തുമ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ല സിനിമ വലിയൊരു വിജയം ആവത്തുള്ളൂ, അല്ലെങ്കിൽ സിനിമ ഒരു വിജയിക്കാനുള്ള ഒരു സാധ്യത ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ കുറെ മമ്മൂക്കയുടെ ആയാലും ലാലേട്ടന്റെ ആയാലും കുറെ മണ്ടൻ ഫാൻസുകാർ ഓടി തിയേറ്ററിലേക്ക്
പോലും ആ സെക്കൻഡ് പാർട്ടിനകത്ത് ഈ കഥാപാത്രമാണ് നായകൻ, എന്നാ പിന്നെ ഫസ്റ്റ് പാർട്ടിൽ ആ കഥാപാത്രത്തിനെ ഒന്ന് കണ്ടു കളയാമെന്നും പറഞ്ഞിട്ട് കുറെ മണ്ടന്മാർ ഓടി തിയേറ്ററിലോട്ട് പോകും അത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇവർക്കൊക്കെ അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ലാലേട്ടനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാലേട്ടൻ ഇപ്പൊ കൂടെ കൊണ്ട് നടക്കുന്ന ചില ആൾക്കാരെ ഞാൻ പറയാം. ആന്റണി പെരുമ്പാവൂരിന്റെ കാര്യമല്ല. ആന്റണി പെരുമ്പാവൂർ എന്നും ലാലേട്ടന് വിശ്വസ്തനായിട്ടുള്ള ഒരു സഹായിയാണ്, സുഹൃത്താണ്, മാനേജറാണ്, എല്ലാമാണ്. ഞാൻ പറഞ്ഞത് ഈ സിനിമാ സംബന്ധമായിട്ട് ലാലേട്ടൻ കൂടെ കൊണ്ട് നടക്കുന്ന ചില നടന്മാരുണ്ടല്ലോ, ഞാൻ ഒരുത്തന്റെയും പേരൊന്നും പറയുന്നില്ല. അവരൊക്കെ ലാലേട്ടനെ കൊണ്ട് നടന്ന് കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അവരുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമാ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് പോയി മമ്മൂക്കെ പിടിച്ചിട്ട് കാര്യമില്ല. കാര്യം മമ്മൂക്ക ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നും സ്ഥിരമായിട്ടൊന്നും കൂടെ കൊണ്ടു നടക്കത്തില്ല. അങ്ങനെ കൊണ്ടു നടക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു വിശ്വസ്തരായിട്ടുള്ള ചില ആൾക്കാരെ മാത്രമേ മമ്മൂക്ക കൂടെ കൂട്ടത്തുള്ളൂ. അദ്ദേഹത്തിന്റെ മകന്റെ സിനിമയ്ക്ക് പോലും ഒരു പരസ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും കൊടുക്കാത്ത സ്ഥിതിക്ക് ഇവരൊക്കെ ചെന്ന് അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ മമ്മൂക്കയിൽ നിന്ന് ഈ പറഞ്ഞ ഒരു പരസ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും കിട്ടില്ല എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പറ്റുന്നത് ലാലേട്ടൻ എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ ലാലേട്ടനെ കൊണ്ട് നടന്ന് കുറെ സിനിമയ്ക്കകത്ത് കുറെ വേഷം കെട്ടിച്ചു. അച്ഛനും മകനുമായിട്ട് ഇപ്പൊ ബ്രോഡാഡി പോലുള്ള സിനിമയ്ക്കകത്ത് കൊണ്ടുപോയി അച്ഛൻ കഥാപാത്രം ചെയ്യിപ്പിച്ച് ആ സിനിമയിൽ സ്കോർ ചെയ്ത് ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ബ്രോഡാഡിക്കകത്ത് ആരാണ് സ്കോർ ചെയ്തതെന്ന്. അത് കഴിഞ്ഞിട്ട് എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് കൊണ്ടുപോയി ലാലേട്ടനെ ഈ പറഞ്ഞ കണക്ക് ആൾക്കാര് ഏതൊക്കെ രീതിയിലാണ് ലാലേട്ടനെ ഒരു ഏതാണ്ട് ഒരു വലിയ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലേക്ക് പോലും ആൾക്കാര് പറയുന്ന രീതിയിലേക്കൊക്കെ തന്നെ ആ സിനിമയ്ക്കകത്ത് കൊണ്ടുപോയി ലാലേട്ടനെ അഭിനയിപ്പിച്ച് ആരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് പാവം പഠിച്ച ലാലേട്ടനെ ഒരു പരുവത്തിലാക്കി. അതിനുശേഷം ലാലേട്ടൻ കുറച്ചൊന്ന് മാറി ഇച്ചിരി ഒന്ന് അകന്ന് നിൽക്കുകയായിരുന്നു ചില ആൾക്കാരിൽ നിന്ന്. അതാണ്ട് ഇപ്പം ഈ ഖലീഫ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ലാലേട്ടനെ കൊണ്ടുപോയി ഇതുപോലത്തെ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ എന്നൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന രീതിയിലുള്ള ട്രോള് കിട്ടത്തക്ക രീതിയിൽ, ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ ഈ സിനിമയ്ക്കകത്ത് ഞാൻ അങ്ങനെ പറയുന്നൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയതുമില്ല അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം കണ്ടിട്ട്. പക്ഷെ വേണ്ടിയിരുന്നില്ല ഈ കോസ്റ്റ്യൂം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോസ്റ്റ്യൂമിലേക്ക് പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞത് ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് അല്ലെങ്കിൽ ഒരു ഷൂട്ടിങ്ങിന് തയ്യാറായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് അദ്ദേഹം ആന്റണി പെരുമ്പാവൂരൊക്കെ കൈകടത്തുന്നത് ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് മുമ്പായിരിക്കും. ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ച് ചിലപ്പോൾ കഥ മൊത്തത്തിൽ അവരങ്ങ് പൊളിച്ചെഴുതും അവരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി, നമ്മൾ മുൻകാലങ്ങളിൽ കേട്ടാണ്. പക്ഷെ ഒരു ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിനകത്തൊന്നും ഇടപെടാനുള്ള യാതൊരു സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും ഈ വേഷം കെട്ടിച്ചാണ് അദ്ദേഹത്തിനെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പം അദ്ദേഹം കാര്യമായിട്ടുള്ള എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കാതെ ചിലപ്പം വന്ന് അഭിനയിച്ചത്. കാര്യം ഒരു ഡയറക്ടർ പറയുന്ന രീതിയിൽ അങ്ങ് അഭിനയിച്ചേക്കാമെന്ന് ചിലപ്പം അദ്ദേഹം ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനിയുള്ള കാലത്തെങ്കിലും അദ്ദേഹം ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള ആൾക്കാരെ തന്റെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അതൊന്നും ലാലേട്ടനെ ഗുണം ചെയ്യുന്നതല്ല. നമ്മൾ പറഞ്ഞ ഇപ്പം മലയാളത്തിൽ നിൽക്കുമ്പോൾ ലാലേട്ടനെ കുറെ പ്രശംസിച്ച് പറയും, ഹിന്ദിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആരെങ്കിലും പ്രശംസിച്ച് പറയും, തെലുങ്കിൽ ചെല്ലുമ്പം തെലുങ്കിൽ ആരെങ്കിലും കുറെ ആൾക്കാരെ പ്രശംസിച്ച് പറയും, തമിഴിലെത്തിയാലും ഇങ്ങനെയൊക്കെ പറയുന്ന, അതായത് അവസരം പോലെ തരം പോലെ തന്റെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടുന്ന രീതിയിൽ ആരെ പ്രശംസിക്കാനും ഒന്നും മടിയില്ലാത്ത ചില ആൾക്കാരെ ലാലേട്ടൻ കൂടെ നിന്ന് മാറ്റി നിർത്തിയാൽ തന്നെ ലാലേട്ടൻ പകുതി രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം ലാലേട്ടന്റെ കെയർ ഓഫിൽ അങ്ങനെ ഇപ്പൊ ആരും ഉണ്ടാക്കണ്ട. ലാലേട്ടന്റെ കെയർ ഓഫിൽ ലാലേട്ടൻ തന്നെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആരുടെയും കെയർ ഓഫിൽ ഒന്നും ആരും വേണ്ട. മറ്റാരും ആരുടെയും കെയർ ഓഫിലല്ല പോകുന്നത്. ബാക്കിയുള്ള നടന്മാരൊക്കെ ഈ അനാവശ്യമായിട്ടുള്ള പ്രശംസകൾ മമ്മൂക്കയ്ക്കോ ലാലേട്ടനോ കൊടുക്കാൻ തയ്യാറായിട്ടൊന്നും അല്ല മലയാളത്തിലെ മറ്റൊരു യുവതാരങ്ങളും മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. എല്ലാവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെയും ചുമ്മാതെ അവിടെ നിന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ടും പ്രശംസിച്ചൊന്നും അല്ല. പക്ഷെ ചില ആൾക്കാര് അത്തരത്തിലുള്ള രീതിയിൽ അനാവശ്യമായിട്ടുള്ള പ്രശംസ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സൂചനകളൊക്കെ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാരെയൊക്കെ ദയവ് ചെയ്ത് ലാലേട്ടൻ മാറ്റി നിർത്തണം. ഇല്ലെങ്കിൽ ഇനി ഇതുപോലത്തെ ട്രോളുകളൊക്കെ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വരും. എന്തായാലും ലാലേട്ടന്റെ എല്ലാ സിനിമകളും വളരെ വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് പോട്ടെ. കാര്യം ലാലേട്ടന്റെ അടുത്ത് ചെയ്യാൻ പോകുന്ന 7 സംവിധായകരുടെ ലിസ്റ്റ് തന്നെ ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാ, ഒരു വലിയ വിജയമാവട്ടെ. അതോടൊപ്പം ലാലേട്ടൻ അതിഥിവേഷം ചെയ്ത ഖലീഫയും ഒരു ഓണക്കാലത്ത് ഒരു വലിയ രീതിയിലുള്ള വിജയം നേടി ഒരു ഓണം വിന്നറായി മാറട്ടെ. താങ്ക് യു.